നമസ്കാരം, എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഋഷഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 ഡിസംബറിലാണ് അതിൻ്റെ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. കുറച്ച് പല ഡേറ്റുകൾ വെച്ചിട്ട് മാറ്റി ഇപ്പോൾ ഡിസംബർ 25 മാറ്റിയിട്ടുണ്ട്. തെലുങ്കിലാണത് ഇറങ്ങുന്നത്. പിന്നെ ഫാൻറ്റസി ആക്ഷൻ ഡ്രാമയാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. ലാലേട്ടനുണ്ട്, സമർജിത്ത് ലങ്കേഷ്, രാഗിണി ദ്വിവേദി, അങ്ങനെ ഒരു താരനിരയോടൊപ്പമാണ്. നന്ദകിഷോറാണ് ഡയറക്ടർ. ബാലാജി ടെലിഫിലിംസ് ആണ്. AVS സ്റ്റുഡിയോ അങ്ങനെ ആണ് അവരുടെ മറ്റ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ഒരു ലിറിക്സ് വീഡിയോ കൂടി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, 2 മിനിറ്റ് 15 സെക്കൻഡാണ് അതിൻ്റെ ഡ്യൂറേഷൻ. എന്തായാലും നമുക്കതിൽ കൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. AVS അഭിഷേക് വ്യാസ് സ്റ്റുഡിയോസ്. പഴയ വിൻറ്റേജ് ലാലേട്ടൻ. തുടരും സിനിമയിൽ കണ്ടതിൻ്റെ ബാക്കി. കൊള്ളാം. തൂവാനത്തുമ്പികളിലൊക്കെ കണ്ട് മറന്ന ഒരു ഫീൽ ഇതിലൊക്കെ. ഇതൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് മനസ്സിലിട്ടത്. അച്ഛനും മോനും തമ്മിലുള്ള ഒരു കണക്ഷൻ. നായികാരാണോ അറിയില്ല. കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ. ആ ഒരു ഫീലുണ്ട് അല്ലേ. വിനായക് ശശികുമാർ, മധുബാലകൃഷ്ണൻ, KM പ്രകാശ്, ആന്റണി സാംസൺ, റസൂൽ പൂക്കുട്ടിയാണ് ഇതിൻ്റെ ഡിസൈനിങ് സൗണ്ട്. ഏതോ ഓർമ്മകളിൽ കൂടെ അത് പുറകിലേക്ക് പോവുകയാണ്. ഋഷഭ അപ്പ ഒരു മകനും അച്ഛനും തമ്മിലുള്ള കണക്ഷനൊക്കെ ഉള്ള ഫിലിമാണ്. അപ്പം മിക്കവാറും ആ ഒരു കണക്ഷൻ റിലേഷൻ ഒക്കെ ശരിക്കും കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബ്രോ ഡാഡി ഫിലിമിലൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു തന്മാത്ര അല്ലെങ്കിൽ അങ്ങനത്തെ ഫിലിംസിന് ശേഷം ഇങ്ങനെ ഒരു അച്ഛൻ മകൻ ആ ഒരു കോൺസെപ്റ്റുള്ള ഒരു ഇതൊന്നും അധികം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ ഓർമ്മ ജനതാ ഗാരേജിലൊക്കെ ഓക്കെ, പക്ഷെ അത് വേറൊരു വേർഷനാണല്ലോ. അപ്പോൾ ഇത് പ്യുവറായിട്ട് അദ്ദേഹം ഒരു അച്ഛൻ്റെ റോളിലേക്ക് വരണം. അപ്പോൾ അതിനിടയിൽ ആ പഴയ നമ്മളൊക്കെ കണ്ടു മറന്ന എൻ്റെ മനസ്സിലൊക്കെ രജിസ്റ്ററായിട്ട് തൂവാനത്തുമ്പികളിലെയും നാടോടിക്കാറ്റിലെയൊക്കെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഒരു സന്തോഷം തോന്നി. തുടരും സിനിമയിലുണ്ടല്ലോ അങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അല്ല ഇത് തുടരും സിനിമയിൽ ഇപ്പോൾ അതുപോലൊരു മകൻ്റെ റോള് അച്ഛൻ മകൻ ഇത് കാണിക്കുന്നുണ്ട് കുറച്ച് നേരമെങ്കിലും. പക്ഷെ അതിൽ കൂടുതലും ആ ഒരു റെവെഞ്ചിലേക്കാണല്ലോ പോണേ, ഒരു സ്റ്റണ്ട് ആൻഡ് അങ്ങനത്തെ ഇതിലേക്കാണല്ലോ പോണേ. ഇത് എന്ത് സിറ്റുവേഷനിലാണ് ഈ പാട്ട് വരുന്നതെന്നൊക്കെ നമുക്ക് സിനിമ കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും കണ്ട കാര്യങ്ങൾ വെച്ച് നല്ല ഒരു ഫീലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലറിലൂടെ ഒന്ന് കടന്നു പോകാം അല്ലേ. ഓക്കെ, let's move through the trailer. Quite interesting. Past never dies. ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പഴയ കാര്യങ്ങൾ തിരിച്ച് അറിയണം. എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പഴയ ഓർമ്മകൾ വരണം. ആഹാ, സൂപ്പർ. AVS. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണം. മകൻ ക്യാരക്ടർ. വാ, കൊള്ളാം, സൂപ്പർ. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ആഹാ, ബാഹുബലി പോലത്തെ ഒരു ഇതാണല്ലോ കാളി. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ ഡയലോഗ് ഓക്കെ. ഇറ്റ്സ് പ്യൂർലി റീഇൻകാർനേഷൻ. ഇവനെ കൊല്ലാൻ പുനർജന്മ കഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. വാ,
ആന കുതിര തേര് ശിവയോഗി ശിവൻ നടരാജനൊക്കെ ഉണ്ടല്ലോ. ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുണ്ട് മടക്കി കിട്ടിയിട്ടുണ്ട് ആറാട്ട് സ്റ്റൈല്. ചവിട്ടുകുത്തൊക്കെയാണ് മാസ്. ബാഹുബലി ആണ് ഓർമ്മ വരുന്നത്. പക്ഷെ നിന്റെ മോഹം വെറും അതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ നരസിംഹത്തിലെ വേണ്ടി ഡയലോഗ് നമുക്ക് അല്ലേ ഇത്? പോരാടാം. അതിമോഹമാണ് മനുജനേശ. വാ വൃഷഭ. നന്ദകിഷോർ, written and directed by നന്ദകിഷോർ. December 25th, ക്രിസ്മസിന്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു വേറെ ലെവലിൽ പോകുന്നു തോന്നുന്നു കണ്ടിട്ട്. എവിടെയൊക്കെ ബാഹുബലി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാഹുബലിയുടെ വലിയൊരു സെറ്റ്, വലിയ ഒരു രാജകീയമായിട്ടുള്ള പ്രൗഢി. അതിനിടയിൽ എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ എനിക്കെന്തോ മേ ബി അത് ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയോണ്ടാകാം ആ ഡയലോഗുകൾ എവിടെയോ മേ ബി എൻ്റെ തോന്നലായിരിക്കാം കേട്ടോ, ഒരു കല്ലുകടി ഒരു തോന്നി. ബട്ട് പറയാൻ പറ്റില്ല, നമുക്കത് നേരിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഇത് ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ അച്ഛനും മകനുമായിട്ട് മാറുന്നു. പണ്ടൊക്കെ പറയാറുണ്ട് എന്താണ് പഴയ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക എന്നൊക്കെ. നമ്മൾ ചില സിനിമകളിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇത്, പഴയ 90s കിഡ്സിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു തീമിലാണിത് വരണമെന്ന് തോന്നുന്നു. അപ്പോൾ മേ ബി ഇത് ചിലപ്പോൾ ഇങ്ങനെ എന്താണ് പാസ്റ്റും പ്രസൻറ്റും ഇങ്ങനെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന രീതിയിലായിരിക്കാം ഈ ഫിലിമിൻ്റെ ഒരു പോക്ക്, അറിയില്ല. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. മോൻ്റെ ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു അല്ലേ, വന്ന് കയറണത്. പിന്നെ ഒരു വേറെ ലെവലിലാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ലാലേട്ടനെ ഒരു ശരിക്കും നമ്മളൊക്കെ കർണൻ ഒക്കെ ആയിട്ടല്ല, കർണനല്ലോ ഭീമനായിട്ട് കാണാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. രണ്ടാം മൂഴം വരും അല്ലെങ്കിൽ മഹാഭാരതം, അതിൽ ഭീമൻ കഥാപാത്രമായിട്ട് അദ്ദേഹം വരും എന്നുള്ള കുറേ കാലമായിട്ട് അതിൻ്റെ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡിലേ ആയിട്ട് പോവുകയാണ്. ഏതാണ്ട് അതേപോലത്തെ ഒരു യോദ്ധാവിൻ്റെ ആ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ യോദ്ധാവിൻ്റെ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ലാലേട്ടനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ ഏറ്റവും ആ ഒരു ഭീമനായിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. രണ്ടാം മൂഴമായാലും മഹാഭാരതമായാലും ഭീമൻ എന്ന ആ മഹാഭാരതത്തിലെ ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡ് എല്ലാത്തിലും ഉണ്ട്. അതിപ്പോൾ മംഗലശ്ശേരി ആണെങ്കിലും വേലായുധനാണെങ്കിലും ആടുതോമയാണെങ്കിലും ഇന്ദുചൂടനാണെങ്കിലും ഏറ്റവും ഉരുക്കുമുഷ്ടിയോടെ ഭീമനെ വൃക്കോധരൻ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഈ വയറ് ശരിക്കും ഈ ചെന്നായ്ക്കളുടെ പോലെ ഒട്ടിയ വയറും എന്നാൽ അതുപോലെ ഉരുക്കുമുഷ്ടിയോടെയുള്ള ഒരു ആളായിട്ടാണ് ശരിക്കും മഹാഭാരതത്തിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ഭീമൻ. അപ്പോൾ ആ ഒരു ഭീമൻ്റെ ഒരു എവിടെയോ നമുക്ക് മലയാളി അതെന്ന് ഇനി നമുക്ക് കാണാൻ കഴിയുന്ന അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഇതുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. ആ ബോഡി ശ്രദ്ധിച്ചു, നല്ല ഒതുക്കമുണ്ട് ലാലേട്ടന് ഇപ്പോൾ അല്ലേ. പിന്നെ കുറച്ച് നേരം മുണ്ട് മടക്കി കുത്തിയൊക്കെ ഉണ്ട്. മേ ബി അത് കേരളത്തിൽ എന്തെങ്കിലും ഫൈറ്റ് ആണെന്ന് അറിയില്ല. മുണ്ട് മടക്കി കുത്തി എന്തായാലും ചവിട്ടും കുത്തുമൊക്കെ കേരളത്തിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കാണുന്നുണ്ട്. എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് ആവട്ടെ. ഡിസംബർ 25 ഇനിയിപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇനി മേ ബി നമ്മുടെ ഭയഭക്തി ബഹുമാനം ഒന്ന് താഴേക്ക് വന്നാലും ഇത് ചിലപ്പോൾ തിരിച്ചു പിടിക്കുന്നു തോന്നണം. എന്തായാലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്കും വേണം അല്ലേ. ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറയാനുള്ള ദേശകാലങ്ങൾക്ക് അപ്പുറമുള്ള ഒരു കഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ബാഹുബലിയൊക്കെ പോലത്തെ ഫിലിം അതിലുണ്ട്. ആ ശിവലിംഗം, പിന്നെ ശിവൻ്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ആ പ്രതിമയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര നോബിൾ ഫീലാണ്. ശരിക്കും നടരാജ വിഗ്രഹമൊക്കെ ഭയങ്കര ഒരു ഫീലാണ് കാണുമ്പോൾ തന്നെ. അതിങ്ങനെ കോർഡിയലായിട്ടൊരു വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായാലും സൂപ്പറായിരിക്കും. എനിക്ക് ആ ട്രെയിലറിൽ ഒരു ചെറിയൊരു ഇത് തോന്നിയത് മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ എന്തോ ഇതുപോലെ തോന്നി, അത്രേ ഉള്ളൂ. എനിവേ അപ്പം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സോങ് ആൻഡ് ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് വരട്ടെ കാര്യം അല്ലേ. നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട്, അവരുടെ വിയർപ്പ്, അവരുടെ സ്വപ്നങ്ങൾ ഒക്കെയാണ് ഓരോ ഫിലിം എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് ഏകീകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും. ഇതൊക്കെ അതിജീവിച്ചാണ് ഒരു ഫിലിം മുമ്പിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അത് ഒരു വിഷ്വൽ ട്രീറ്റും കൂടി ആവട്ടെ, നല്ല വിജയമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. എല്ലാ സിനിമയും വിജയമാകട്ടെ, അതേ നമുക്ക് പ്രാർത്ഥിക്കാനും ആശംസിക്കാനുള്ളൂ. ത്യാഗം അല്ലെങ്കിൽ ഇതിൻ്റെ സഫറിങ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും നന്നായി തന്നെ വരട്ടെ. വൃഷഭ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ വൃഷഭ ആൻഡ് ടീം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരൊക്കെ കാണാം. ഓക്കെ, ബൈ.